ടു പൊളിറ്റിക്കൽ സയൻസ് മോഡൽ എക്സാമിൻ്റെ ആൻസർ ഒക്കെയാണ് ചെയ്യുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും പറയുക. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ തന്നെ വന്നിരുന്നു, എങ്കിലും വൺ വേർഡിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ കുഴപ്പിച്ചിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പ്രിവിപ്പേഴ്സ് സമ്പ്രദായം നിരോധിച്ചത് ആരായിരുന്നു? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമെന്ന് അധികം ആരും കരുതിയിട്ടുണ്ടാവില്ല, പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു. ദി അബോയിലേഷൻ ഓഫ് പ്രിവിപ്പേഴ്സ് വാസ് മെയ്ഡ് ബൈ ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രിവിപ്പേഴ്സ് നിരോധിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിസോ നാഷണൽ ഫ്രണ്ടിൻ്റെ നേതാവ് ആരാണെന്ന് കണ്ടെത്തുക. ഇത് കുറച്ചും കൂടി പിന്നെയും നമുക്ക് എളുപ്പമുള്ളതായിരുന്നു. ആരായിരുന്നു? ഐഡൻറ്റിഫൈ ദ ലീഡർ ഓഫ് മിസോ നാഷണൽ ഫ്രണ്ട്. ആരായിരുന്നു? ലാൽ ഡങ്ക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തുറന്ന വാതിൽ നയം നടപ്പിലാക്കിയ രാജ്യമേത്? വിച്ച് കൺട്രി അഡോപ്റ്റഡ് ദ ഓപ്പൺ ഡോർ പോളിസി? ഏത് രാജ്യമായിരുന്നു? ചൈനയായിരുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിരുന്നു. ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. സപ്തകക്ഷി സഖ്യം എന്ന ജനാധിപത്യ പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിച്ച് നേഷൻസ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് SPA? ഉത്തരം ഏതാണ്? നേപ്പാളാണ് ഉത്തരം വരുന്നത്. നേപ്പാൾ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തമിഴ് ഈഴം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ് ഈഴം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് മൂവ്മെൻറ്റ്. ഉത്തരം ഏതാണ്? LTTE ആണ്. LTTE. ഇതും കുറച്ച് ചെറിയൊരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തതും അങ്ങനെ ഒരു കണക്കാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും ചിലപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്? ആരായിരുന്നു? ഉത്തരം ഉത്തരം യൂത്താണ്ട് ആണ് ഉത്തരം വരിക. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. യൂത്താണ്ടാണ് പക്ഷേ ഉത്തരമായിട്ട് വരുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് 15ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 1ഉം 2ഉം പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരെല്ലാം? ഐഡൻറ്റിഫൈ ദി എക്കണോമിക്സ്റ്റ് ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5-year പ്ലാൻസ്. ആരൊക്കെയാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് KN രാജാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് PC മഹലനോബിസ്. 8ാമത്തെ ക്വസ്റ്റ്യനും 9ാമത്തെ ക്വസ്റ്റ്യനും 2 കരാറുമായി ബന്ധപ്പെട്ടതായിരുന്നു. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടാവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, സിംല കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം തമ്മിലായിരുന്നു? ഷിംല അഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിലായിരുന്നു സിംല കരാർ ഒപ്പിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചാബ് കരാർ ഒപ്പിട്ടത് ആരൊക്കെ തമ്മിലായിരുന്നു? പഞ്ചാബ് അക്കോർഡ് വാസ് സൈൻഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ്. ആരൊക്കെ തമ്മിലാണ്? രാജീവ് ഗാന്ധിയും ഹർചന്ദ്ര സിംഗ് ലോങ്കോവാളും തമ്മിലായിരുന്നു. അടുത്ത 10ാമത്തേത് പൂർണ്ണരൂപം എഴുതാനാണ് തന്നിരിക്കുന്നത്. സാൾട്ട്, സ്റ്റാർട്ട് എന്നിവയുടെ പൂർണ്ണരൂപം എഴുതുക. ഏതൊക്കെയാണ്? റൈറ്റ് ദ എക്സ്പാൻഷൻസ് ഓഫ് സാൾട്ട് ആൻഡ് സ്റ്റാർട്ട്. ഏതൊക്കെയാണ്? സാൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ടോക്സ് ആണ്. സാൾട്ട് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റാർട്ടോ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് തന്നേക്കുന്നത്. ശ്യാമപ്രസാദ് മുഖർജി ഏത് പാർട്ടിയാണ്? ഭാരതീയ ജനസംഘാണ്. C രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടിയാണ്. ആചാര്യ നരേന്ദ്രദാവ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. അടുത്തതും 12ാമത്തേതും ഒരു ചേരുംപടി ക്വസ്റ്റ്യനാണ്. ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡിലാണ്. ചാരാവിധ പ്രസ്ഥാനം ആന്ധ്രാപ്രദേശിലാണ്. ഭാരതീയ കിസാൻ യൂണിയൻ മീററ്റാണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. അതും ചെറിയ അംശം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതായിരുന്നു വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമുണ്ടായിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് നടക്കാൻ പോകുന്നത് ഹിസ്റ്ററി എക്സാം ആണ്. നാളെ മലയാളം എക്സാം ഉണ്ട്. മലയാളം എക്സാമിന് പ്രത്യേകിച്ച് വീഡിയോസൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എല്ലാ പാഠത്തിൻ്റെ സമ്മറി ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെച്ചാൽ മതി. ഹിസ്റ്ററി എക്സാമിനും എക്കണോമിക്സ് എക്സാമാണ് വരുന്നത്. അതിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.